ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്. കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നമുക്ക് നിർത്തണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യണം, അവരെ ചേർത്തു പിടിക്കണം. എനിക്ക് വലിയ സന്തോഷം പറയാനുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ എടുത്ത തീരുമാനം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു വകുപ്പുണ്ടാക്കിയാണ്. മുതിർന്ന പൗരന്മാർ, ഞാനത് പറഞ്ഞത് ഒരു സൊസൈറ്റി, ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരോട് ഇവിടെ ഉണ്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് കണക്കാക്കിയ നമ്മൾ പറയും ഈ കാലഘട്ടം ഒരു പിരീഡാണ്. ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരം അവർ അവസാനിക്കുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ പറയണം കേരള സൊസൈറ്റി ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അവരവരുടെ മുതിർന്ന പൗരന്മാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറുന്ന ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ മുൻഗണനയിൽ ഈ നാട്ടിലെ മുതിർന്ന പൗരന്മാരുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ ചേർത്ത് നിർത്തണം. വരാനിരിക്കുന്ന തലമുറയോട്, മക്കളോട്, കൊച്ചുമക്കളോട് നീതി പുലർത്താൻ കഴിയണം. കേരളം സെക്കുലറായി നിലനിൽക്കണം. മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട് നമുക്ക് ലോകത്തോട്, നമ്മുടെ രാജ്യത്തോട് പറയാൻ കഴിയണം അഭിമാനത്തോടെ. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കേരളം ഉണ്ടാകണം. എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അതിന് ഈ കൊച്ചിയുടെ, ഈ നഗരത്തിന്റെ, ഈ ജില്ലയുടെ മുഴുവൻ പിന്തുണ വേണം. എന്നെ കൂടെ 3 മന്ത്രിമാർ കൂടിയുണ്ട്. മിടുമിടുക്കരായ ഹൈബി ഈഡനും ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജുള്ള MP-മാരുണ്ട്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ. ഈ പൗരാവലിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ നഗരത്തെയും ഈ ജില്ലയെയും മാറ്റിയെടുക്കാൻ കഴിയണം. കൊച്ചി അത് നമ്മുടെ സ്നേഹമാണോ എന്താണോ എന്നറിയില്ല. ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. ഈ രാജ്യത്തിന് മാതൃകയായ ഒരു നഗരമാക്കി നമുക്ക് നമ്മുടെ കൊച്ചിയെ മാറ്റണം. എന്തുമാത്രം വാഹനങ്ങളാണ്! ഏറ്റവും മോഡേണായ ഒരു സിറ്റിയായി നമ്മുടെ നഗരം മാറണം. ഈ നഗരം ഇപ്പോഴുള്ള പരിധിയല്ല, അതിന്റെ അപ്പുറത്തേക്ക് വളരണം. നമുക്ക് ട്വിൻ സിറ്റി എന്നുള്ള സങ്കല്പത്തിലേക്ക് പോവാം. അപ്പൊ ആലുവയൊക്കെ വരും, അങ്കമാലിയൊക്കെ വരും. നമ്മുടെ എയർപോർട്ട് അവിടെയാണ്. നമ്മുടെ കളക്ടറേറ്റ് നഗരത്തിലല്ല, പുറത്താണ്. നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകൾ പുറത്താണ്. കുറെ കൂടി നഗരത്തെ വികസിപ്പിച്ച് ഒരു പുതിയ നഗരസങ്കല്പം, അർബൻ പ്ലാനിംഗ് ഞങ്ങളുടെ മുൻഗണനയിലുള്ളതാണ്, പ്രയോറിറ്റിയിൽ ഉള്ളതാണ്. ആ മാറ്റമുണ്ടാകണം.
ആ മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ നഗരവാസികൾ മാത്രമല്ല, തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കൂടി അതിന്റെ ബെനഫിഷ്യറീസ് ആക്കി നമുക്ക് മാറ്റണം.